സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ പുതിയൊരു വർഷത്തിൽ ആദ്യത്തെ മാച്ചിൽ വിജയിച്ചുകൊണ്ട് തന്നെ 2025 നല്ല രീതിയിൽ തുടങ്ങാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരിക്കുകയാണ്. പഞ്ചാബ് എഫ് സിക്കെതിരെ ഒരു വല്ലാത്ത വിജയം. ആ ഒരു മാച്ച് ഒരു ഒറ്റ ഗോളിനാണ് നമ്മൾ ഫൈനൽ റിസൾട്ടിൽ ജയിക്കുന്നതെങ്കിൽ പോലും മാച്ച് ഫുള്ളായിട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ആ ഒരു വിജയം നേടിയെടുത്തത് എന്നുള്ളത്. 11 പേര് വെച്ച് കളിച്ച പല മാച്ചുകളിലും തുടർച്ചയായിട്ട് 3-4 ഗോളുകൾ നമ്മൾ കൺസിഡർ ചെയ്ത് തോറ്റപ്പോൾ ഇവിടെ വെറും 9 പേരെ വെച്ച് കളിച്ച് ഒരു ഒറ്റ ഗോളിൻ്റെ ലീഡ് ക്ലീൻ ഷീറ്റോട് കൂടി ഡിഫെൻഡ് ചെയ്ത് 3 പോയിന്റ് സ്വന്തമാക്കാൻ ടീമിന് സാധിച്ചിരിക്കുകയാണ്. നമ്മൾ സ്റ്റാറെ പറ്റി പല സമയത്തും അറ്റാക്കിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള അറ്റാക്കിനെ ഫോക്കസ് ആയിട്ടുള്ള ടാക്ടിക്സും ഗെയിം സ്റ്റൈലൊക്കെ അദ്ദേഹം നിരന്തരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഡിഫെൻഡ് ചെയ്യേണ്ട സമയത്ത് ഡിഫെൻഡ് ചെയ്യുക തന്നെ വേണം. സോ അത് തന്നെയാണ് ഇവിടെ നമ്മുടെ നിലവിലുള്ള പരിശീലകർ തോമസ് ജോസും പുരുഷോത്തമൻ കോച്ചും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ പരിശീലിപ്പിച്ച 3 മാച്ചുകളിൽ വെറും 1 ഗോൾ മാത്രമാണ് ടീം കൺസിഡർ ചെയ്തിട്ടുള്ളത്. 2 ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാനും ടീമിന് സാധിച്ചിട്ടുണ്ട്. മാച്ച് അവസാനിക്കുമ്പോൾ നമ്മൾ എങ്ങനെ കളിച്ചു, ഏത് രീതിയിൽ കളിച്ചു, അതിനേക്കാളൊക്കെ ഉപരി ആ പോയിന്റ് ടേബിളിൽ 3 പോയിന്റ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ആ രീതിയിൽ തന്നെ പോയിന്റ്സ് നേടിയെടുക്കാൻ ടീമിന് കഴിഞ്ഞ കുറച്ച് മാച്ചുകളായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇത് കുറച്ചുകൂടി ശക്തരായ ടീമുകൾക്കെതിരെ ഏത് രീതിയിൽ വരും എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. പഞ്ചാബ് എഫ് സി അവർ നിലവിൽ കുറച്ചൊന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന അവരുടെ റിസോഴ്സസ് ആണെങ്കിലും പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി ആണെങ്കിലും പെർഫോമൻസ് വൈസ് ഒക്കെ ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത് അവർക്ക് പന്ത് കിട്ടുമ്പോഴും അവസാന നിമിഷങ്ങളിലൊക്കെയുള്ള അവരുടെ അറ്റാക്കിംഗ് ഷാർപ്നെസ്സിനെയൊക്കെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. സോ അതും നമുക്ക് ഈ ഒരു മാച്ചിൽ അനുകൂലമായിട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ വിജയത്തിൽ തീർച്ചയായിട്ടും അതും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സോ എന്തായാലും അവസാനം ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ 3 പോയിന്റ് സ്വന്തമാക്കാനും പോയിന്റ് ടേബിൾ നമ്മൾ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ആ 6ാം സ്ഥാനമായിട്ട് ആ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആവുന്ന ആ ഒരു സ്ഥാനങ്ങൾ തമ്മിൽ നമുക്ക് വലിയ പോയിന്റ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. എവിടെയൊക്കെ വീണ്ടും ആ ഒരു പ്രതീക്ഷയും ഹോപ്പൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഇത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി ശക്തരായിട്ടുള്ള ടീമുകൾക്കെതിരെ നമ്മുടെ ഇപ്പോഴത്തെ കോച്ചുമാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ ലൈനപ്പ് നമ്മൾ കണ്ടപ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു ആശ്വസിക്കാൻ പറ്റുന്ന സന്തോഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റൈറ്റ് ബാക്ക് പോസ്റ്റിനിൽ എയ്ബാൻ ദോഹ്ലിംഗ് തിരിച്ചു വന്നതാണ്. ആ പോസ്റ്റിൻ കുറച്ച് വീക്കായിട്ടും അവിടെ കുറേ അധികം ഇഷ്യൂസ് നമുക്കുണ്ടായിരുന്നു. അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്കിംഗ് വൈസ് നമുക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എയ്ബാൻ്റെ തിരിച്ചുവരവ് നമ്മൾ ഫസ്റ്റ് ലെവലിൽ ഏറെ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ലൈനപ്പിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. പക്ഷേ അത് അധികം നേരം നീണ്ടു നിന്നില്ല. ഈ മാച്ച് മുഴുവിപ്പിക്കാൻ അതിന് സാധിച്ചില്ല. വീണ്ടും റെഡ് കാർഡ് കിട്ടി പുറത്തു പോകേണ്ടി വന്നു. അടുത്ത മാച്ചിൽ വീണ്ടും അദ്ദേഹത്തെ നമുക്ക് നഷ്ടമാകും. സോ കളിച്ച സമയം അത്രയും അറ്റാക്കിംഗ് വൈസ് നമുക്ക് കൂടുതൽ അതിൽ നിന്ന് കാണാൻ സാധിച്ചിരുന്നില്ല. എല്ലാ മാച്ചിലെയും പോലെ തന്നെ ഈ മാച്ചിലും റൈറ്റ് വിങ്ങിലൂടെയുള്ള മുന്നേറ്റങ്ങൾ കുറവായിരുന്നു. ഇപ്പുറത്തെ ലെഫ്റ്റിലെ നോവയെ ആശ്രയിച്ചിട്ടുള്ള നമ്മൾ കാണുന്ന ആ ആവറേജ് ഫോർമേഷൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ പ്ലേയേഴ്സും ലെഫ്റ്റിൽ നോവയുടെ പുറകിലായിട്ട് ഇങ്ങനെ ജാഥ പോകുന്നത് പോലെ ആ ലെവലിലാണ് ഫോർമേഷൻ, ആവറേജ് ഫോർമേഷനൊക്കെ വന്നത്. സോ ലെഫ്റ്റിലൂടെയുള്ള മൂവ്മെൻറ്റ്സിനാണ് ബ്ലാസ്റ്റേഴ്സ് ഈ മാച്ചിലും കൂടുതൽ മുൻതൂക്കം കൊടുത്തത്. പക്ഷേ ഇവിടെ എയ്ബാൻ കളിച്ച സമയം അത്രയും ഡിഫെൻസീവ്ലി ആണെങ്കിലും ഒരു സെക്യൂർ ഫീലിംഗ് തരുന്നുണ്ടായിരുന്നു. സോ അത് തീർച്ചയായിട്ടും ഒരു ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ആൻഡ് കംപ്ലീറ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. റീസെൻ്റ് ആയിട്ടുള്ള മാച്ചുകളിൽ ഡിഫെൻസീവ്ലി ഒരു കൺട്രോൾ ടീമിനുണ്ട്. അധികമായിട്ട് മിസ്പ്ലേസ്ഡ് ആയിട്ട് സ്റ്റാറെ പരിശീലിപ്പിക്കുമ്പോൾ അറ്റാക്കിലേക്ക് പോയ ഒരു പന്ത് തിരിച്ച് നമ്മുടെ ഡിഫൻസിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫൻഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്ന ആ രീതിയിലുള്ള ഒരു പ്രശ്നം നമുക്കിപ്പോൾ നിലവിൽ അധികം ഫീൽ ചെയ്യുന്നില്ല. ഈ മാച്ചിലാണെങ്കിലും ആകെ ഒരു തവണ ടീമിൽ നിന്നൊരു കൗണ്ടർ അറ്റാക്ക് പിറകിൽ സ്പേസ് വന്നത് കണ്ടത് നമുക്കൊരു കോർണർ കിട്ടിയ സമയത്ത് അത് അവരെ ഡിഫെൻഡ് ചെയ്ത് അവർ കൗണ്ടർ അറ്റാക്ക് നടത്തി നിഹാൽ സുധീഷ് ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് എടുക്കുന്ന ആ ഒരു സമയത്താണ്. ആ ഒരു സിറ്റുവേഷൻ മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ മാച്ചിൽ നമ്മൾ സ്ഥിരം കാണുന്ന സ്റ്റാറിൽ നിന്ന് കാണാറുള്ള അത്തരത്തിലുള്ള മിസ്പ്ലേസ്ഡ് പൊസിഷൻസ് ഒന്നും കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ നമുക്ക് വന്നിട്ടില്ല. കൗണ്ടർ അറ്റാക്ക് കാര്യമായിട്ട് ബ്ലാസ്റ്റേഴ്സിനെതിരെ വന്നിട്ടില്ല എന്നതുകൂടി നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. ആൻഡ് ഈ ഒരു മാച്ചിൽ ത്രൂ ഔട്ട് നമ്മൾ ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈങ് ആയുള്ള ഒരു പെർഫോമൻസ് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. നമുക്ക് ആ ഒരു പെനാൽറ്റി കിട്ടി, ഗോൾ അടിച്ച് നമ്മൾ ആ ഒരു ലീഡിലേക്ക് എത്തി എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ഗെയിം സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് പൊസിഷൻ നമുക്ക് കിട്ടിയ പൊസിഷൻ അത്രയും വലുതായിരുന്നു. കിട്ടിയ പൊസിഷൻ അനുസരിച്ച് അറ്റാക്കിംഗ് ത്രെഡ്സ് നമ്മൾ അറ്റാക്കിൽ ക്രിയേറ്റ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. നമ്മൾ പല സമയത്തും ഈ പറഞ്ഞ പോലെ ബാക്കിൽ ഡിഫൻഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് കളിക്കുന്നു. അവർ ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയൊരു കാര്യം നമ്മുടെ ഡിഫൻസീവ് മിഡ്, സെൻട്രൽ മിഡ് ഇവരുടെ ബോൾ പ്രോഗ്രഷനാണ്. ഇവർ ഈ മിഡ്ഫീൽഡിലൂടെ വരുന്ന പ്രോഗ്രസീവ് പാസുകൾ ഫസ്റ്റ് ഹാഫിൽ വളരെ കുറവായിട്ടാണ്, നമുക്ക് കിട്ടിയ പൊസിഷൻ അനുസരിച്ച് വളരെ കുറവായിട്ടാണ് കണ്ടത്. മിക്ക സമയത്തും ഈ ഫ്രെഡിക്കും ദാനിഷ് ഫാറൂഖിലേക്കും പന്തെത്തുമ്പോൾ അവർ ബാക്ക് പാസിൽ കളിക്കുന്നത് പോലെയാണ് കൂടുതൽ കണ്ടത്. വളരെ കുറച്ച് മാത്രമാണ് അവർ ഫോർവേഡ് ബോളുകൾ കളിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അതൊരു തരത്തിൽ പഞ്ചാബിൻ്റെ ടാക്ടിക്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് മിഡിൽ ബ്ലോക്ക് ഇട്ട് ഇറങ്ങി നിന്ന് നമ്മുടെ ഡിഫൻഡേഴ്സിനെ ഫോഴ്സ്ഫുള്ളി ബിൽഡപ്പ് ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് നമ്മുടെ വീക്ക്നെസ് മുതലെടുക്കുന്ന രീതിയിൽ തന്നെയാണ് പഞ്ചാബ് അവിടെ ആ ഒരു ഡിഫൻസ് അല്ലെങ്കിൽ ഡിഫൻസീവ് ഷേപ്പ് സെറ്റ് ചെയ്തത്. സോ അത് അവർക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം ഡ്രിങ്ക്സ് ബ്രേക്കിനൊക്കെ ശേഷം നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് കയറി വരാൻ സാധിച്ചു. ലൂണയിലൂടെ ഒരു നല്ല ഷോട്ട് കാണാൻ സാധിച്ചു. നോവ 1-2 സിറ്റുവേഷൻസിൽ മുന്നോട്ട് കയറി വരുന്നുണ്ടായിരുന്നു. നോവ അതുപോലെ തന്നെ നവോച്ച സാധാരണഗതിയിൽ നമുക്ക് ആവശ്യമായുള്ള ഒരു കാര്യമാണ് ഈ ലെഫ്റ്റ് ബാക്ക് ലെഫ്റ്റ് വിങ്ങർ അവരുടെ ഒരു ഇന്റർചേഞ്ചിങ് ഒക്കെ. ഇവിടെ നമ്മൾ കൂടുതൽ കണ്ടത് നവോച്ച ഈ പറഞ്ഞ പോലെ അകത്ത് നിൽക്കുന്നതായിട്ടും നോവ പുറത്ത് നിൽക്കുന്ന. നോവ സ്റ്റിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എക്സ്ട്രീംസിൽ നിന്നിട്ട് ഡ്രിബിൾ ചെയ്ത് അകത്തേക്ക് കയറാൻ
ശ്രമിക്കുന്ന മൂവ്മെൻറ്റ്സ് ആണ് ഇവിടെയും കാണുന്നത്. അതിനേക്കാൾ കൂടുതൽ ഹാഫ് സ്പേസിൽ വെച്ചോ സെൻട്രൽ സ്പേസിൽ വെച്ചോ അദ്ദേഹത്തിലേക്ക് പന്തെത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരുന്നതെന്ന് തോന്നുന്നുണ്ട്. ആചാര്യ വേഴ്സസ് നോവ സദോ കമ്പാരിസണിൽ നമ്മൾ ഒരു പോയിന്റായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചൊരു കാര്യമാണ്. നോവ കൂടുതലും എക്സ്ട്രീംസിൽ റിസീവ് ചെയ്തിട്ട് ഡ്രിബിൾ ചെയ്ത് അകത്തേക്കാണ് ശ്രമിക്കുന്നത്. അത് ചില സമയത്ത് സക്സസ്ഫുൾ ആവാം. അത് സക്സസ്ഫുൾ ആയ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് പെനാൽറ്റി കിട്ടി നമ്മൾ ആ ഒരു ലീഡിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ ഡ്രിബിൾ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരികയും അതിൽ നോവ പരാജയപ്പെട്ട് നോവയിൽ നിന്ന് പന്ത് നഷ്ടപ്പെട്ട് ഇപ്പുറത്തേക്ക് പന്ത് വരുന്ന സിറ്റുവേഷൻ ജംഷഡ്പൂർ എഫ്സിക്കെതിരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടതാണ്. ഇവിടെ കുറേയൊക്കെ നോവയിലേക്ക് എത്തുന്ന പന്തുകൾ ഡ്രിബിൾ ചെയ്തിട്ടും അല്ലാതെയും ക്രോസുകളുടെ രൂപത്തിലാണെങ്കിലും അല്ലെങ്കിൽ അകത്തേക്ക് കൊടുക്കുന്ന പാസുകളുടെ രൂപത്തിലാണെങ്കിലും ഒരു മൂവ്മെന്റ് ആക്കി മാറ്റാൻ നോവക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. അവിടെ കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ട് നോവയുടെ പെർഫോമൻസ് ഈ മാച്ചിൽ കഴിഞ്ഞ മാച്ചിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ മാച്ചിൽ വലിയ രീതിയിലുള്ള മിസ്സുകൾ 7 ഡ്രിബിൾസും ഫെയിലായി 21 തവണയോ മറ്റോ അതിന്റെ പോസ്റ്റ് നഷ്ടപ്പെട്ടു. ആ പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചുകൂടി അറ്റാക്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന ത്രെട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഗോളും ആ ഒരു പെനാൽറ്റിയും അദ്ദേഹം നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് റെഡ് കാർഡിന്റെ രൂപത്തിൽ നമുക്ക് വീണ്ടും തിരിച്ചടി വരുന്നു. പക്ഷേ കിട്ടിയ ലീഡ് യാതൊരു തരത്തിലും നഷ്ടപ്പെടുത്താതെ മാക്സിമം ഉള്ള പ്ലേയേഴ്സ് ആരൊക്കെയാണോ 9 പ്ലേയേഴ്സ് എങ്കിൽ 9 പ്ലേയേഴ്സ് അവരെ മൊത്തം ബോക്സിനകത്തേക്ക് നിർത്തി നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് പെപ്രയും ലൂണയും അമവയൊക്കെ ഒരുപാട് ഇറങ്ങിയൊന്ന് ഡിഫെൻഡ് ചെയ്ത് നമുക്ക് ആ വേണ്ടിയിരുന്ന ഒരു വിജയം നേടിത്തരാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു മാച്ചിൽ ഒരു പക്ഷേ നെഗറ്റീവ് റിസൾട്ട് വന്നിരുന്നെങ്കിൽ ചർച്ച ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ആ ഒരു നോവയെ സബ് ചെയ്ത് കൊയ്ഫിനെയും അതുപോലെ തന്നെ അമവിയെയും ആ 2 പ്ലേയേഴ്സിനും ഇറക്കിണ്ടായിരുന്ന കോച്ചിന്റെ ആ ഒരു മൂവ്മെന്റ്. അത് ആ ഒരു മാച്ച് ടൈമിൽ കണ്ടപ്പോൾ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നോവ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ കൗണ്ടർ വരുമ്പോഴോ അല്ലെങ്കിൽ പന്ത് നമുക്ക് കിട്ടുന്ന സിറ്റുവേഷനിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈം കില്ല് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു പ്ലെയറാണ്. പേസ് കൊണ്ട് നമുക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്ത് അപ്പുറത്തേക്ക് എത്താനും അത് സാധിച്ചേനെ. പക്ഷേ ഇവിടെ നമുക്ക് ആവശ്യമായിരുന്നത് ഒരു ഡിഫൻസീവ് കവറാണ്. ഡിഫൻസീവിൽ ഒരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ പെപ്രെ ഏറ്റവും ഫ്രണ്ടിൽ നിർത്തി ആ ലെവലിൽ ഒരു സാധനമായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. എയ്ബാൻ ദോഹലും കൂടെ റെഡ് കാർഡ് കിട്ടി പുറത്തേക്ക് പോയപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ആ ലെവലിൽ ഒരാളെ പോലും നമുക്ക് ഫ്രണ്ടിൽ നിർത്താൻ പറ്റില്ല. കംപ്ലീറ്റ് എല്ലാവരും വന്ന് ഡിഫെൻഡ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. അവിടെ ഈ പറഞ്ഞ പെപ്രയുടെ ഡിഫെൻഡിങ് ആണെങ്കിലും അമവിയുടെ ഡിഫെൻഡിങ് ആണെങ്കിലും അവിടെ അദ്ദേഹം ഒരുപാട് ഇറങ്ങി വന്ന് ചെറിയ ചെറിയ ടച്ചസ് ആണെങ്കിലും ആ ടച്ചസ് എടുത്ത് അവരെ സ്ലോ ഡൗൺ ചെയ്യിക്കാനും അത് ത്രോയിനിലേക്കും കോർണറിലേക്കും അല്ലെങ്കിൽ ക്ലിയറൻസിലേക്കൊക്കെ മാറ്റിയെടുത്തിട്ട് അവിടെ ഓപ്പണന്റിന് ആ ഒരു മേൽക്കൈ അല്ലെങ്കിൽ ഒരു ആധിപത്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ടീമിന് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ അത് അവസാനം ഒരു മാച്ച് കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ആ സബ് വർക്ക് ആയതുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കോച്ച് ഈ പറഞ്ഞ പോലെ ഒരു ഇന്ററിം കോച്ച് അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് കോച്ച് ലെവലിൽ നിൽക്കാതെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ ഒരു സൂപ്പർ സ്റ്റാർ പ്ലെയർ ആണ് നോവയാണ് അല്ലെങ്കിൽ ആ ലെവലിലുള്ള ഒരു കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെ എന്താണോ ആ സമയത്ത് ടീമിന് ആവശ്യം, അവിടെ എന്താണോ ടാക്ടിക്കലി ആവശ്യം, ആ ഒരു രീതിക്ക് തന്നെ ടീം ചേഞ്ച് ചെയ്ത് ഇറക്കാനും തോമസ് ടോഴ്സ് ഈ ഒരു മാച്ചിൽ വിജയിക്കുന്നുണ്ട്. സോ അതും ഈ ഒരു മാച്ചിൽ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ആൻഡ് ഇനി പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് പ്ലേയേഴ്സിനെ പറ്റി എടുത്തു പറയേണ്ട രീതിയിലാണ് ഈ ഒരു മാച്ചിൽ വന്നിട്ടുള്ളത്. അതിൽ ആദ്യമേ തന്നെ ഈ ഒരു മാച്ചിൽ എനിക്ക് ഏറ്റവും അധികം നമ്മൾ പല സമയത്തും ഓൾറെഡി അദ്ദേഹം ഇങ്ങനെ പെർഫോം ചെയ്യും അതുകൊണ്ട് പറയാതിരിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് നവോച്ച സിംഗിൻ്റേത്. ഈ ഒരു മാച്ചിൽ എനിക്ക് എവിടെയൊക്കെയോ മെൻഷൻ ചെയ്യണം എന്ന് പേഴ്സണലി ഫീൽ ചെയ്തൊരു പ്ലെയറാണ് നവോച്ച. അതിൻ്റെ ഡിഫെൻഡിങ് ആണെങ്കിലും ഈ പറഞ്ഞ അറ്റാക്കിലേക്കുള്ള പാസുകളാണെങ്കിലും നമുക്ക് അവിടെ വേണ്ട ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നമ്മൾ പലരും ഡിഫൻസിൽ പല പ്ലേയേഴ്സും മാറി വന്നിട്ടുണ്ടെങ്കിലും ഒരു തവണ പോലും മാറ്റി ചിന്തിക്കാൻ നമുക്കൊരു ഇട തരാത്തൊരു പ്ലെയറാണ് നവോച്ച സിംഗ്. അദ്ദേഹത്തിൻ്റെ ഈ മാച്ചിലെ പെർഫോമൻസ് തീർച്ചയായിട്ടും ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു. അവിടെ ചില സമയത്ത് അനാവശ്യമായുള്ള റേസും അനാവശ്യമായുള്ള ഫൗളുകളൊക്കെ കൺസിഡർ ചെയ്യുന്ന ഒരു പ്ലെയർ കൂടി ആയിരുന്നു നവോച്ച. പക്ഷേ ഈ മാച്ചിൽ നീറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണോ അദ്ദേഹം ചെയ്യേണ്ടത് അത് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്റ്റീവായിട്ട് അദ്ദേഹം അറ്റാക്കിലേക്ക് വരുന്നതും ഈ ഒരു മാച്ചിൽ കാണാൻ സാധിച്ചിരുന്നു. സോ നവോച്ച ഒരു മാച്ചിൽ ഏറ്റവും ആദ്യം മെൻഷൻ ചെയ്യണമെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു പ്ലെയറായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. മറ്റൊരാൾ ഈ ഒരു മാച്ചിൽ ഹീറോ ഓഫ് ദി മാച്ച് കിട്ടിയ ഫ്രെഡിയാണ്. ആദ്യമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്ന മാച്ചിൽ നോവ അല്ലാതെ മറ്റൊരാൾക്ക് ഒരു ഹീറോ ഓഫ് ദി മാച്ച് കിട്ടുന്നത്. ആൻഡ് ഫ്രെഡി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമ്മൾ മിഡിൽ പ്രോഗ്രസീവ് പാസുകൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ തിരിച്ചുകൂടി നമ്മൾ ചിന്തിക്കണം. ഡിഫൻസീവിലുള്ള ടീമിൻ്റെ പെർഫോമൻസ്, അവിടെയുള്ള റിക്കവറീസ്, പൊസിഷൻ ഗെയിൻ ചെയ്യുന്ന കാര്യം, അവിടെ എല്ലാം ഫ്രെഡി ഈ ഒരു മാച്ചിൽ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിറ്റുവേഷൻസിൽ ടാക്കിൾസ് വിൻ ചെയ്തുകൊണ്ടും ഫിസിക്കൽ ബാറ്റിൽസിൽ 1-on-1 ഫിസിക്കൽ ബാറ്റിൽസിൽ വിൻ ചെയ്തുകൊണ്ടും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്കുകൾ, ഇന്റർസെപ്ഷൻസ് അതെല്ലാം ഈ ഒരു മാച്ചിൽ കൊണ്ടുവരാൻ ഫ്രെഡിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ആവശ്യം പ്രോഗ്രസീവായിട്ട് ഫ്രണ്ടിലേക്ക് പാസുകൾ കളിക്കാനുള്ള ഒരു പ്ലെയറാണ്. തീർച്ചയായിട്ടും വിപിനെയാണ് ഇവിടെ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത്. സോ ഫ്രെഡി വിപിൻ കോമ്പിനേഷൻ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ വിപിന് കുറച്ചുകൂടി ഒഫൻസീവില് പാസുകൾ ഡെലിവർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മിഡ്ഫീൽഡിലെ ഫസ്റ്റ് മാച്ച് തൊട്ടേ ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പരിഹരിക്കാൻ ഈ 2 പേർക്ക് സാധിക്കും എന്നാണ് നിലവിൽ എനിക്ക് തോന്നുന്നത്. അത് ഇനി കുറച്ചുകൂടി ടഫായിട്ടുള്ള ഓപ്പണൻസിനെതിരെ ഇവരുടെ പെർഫോമൻസ് കൂടി നമ്മൾ കാണേണ്ടി വരും. ആൻഡ് ഈ ഒരു മാച്ചിൽ നമ്മുടെ ഡിഫൻഡേഴ്സിനെയും ഡിഫൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കാനുള്ളത്. അതിൽ ഈ പറഞ്ഞ നമ്മുടെ ഡിഫൻസീവ് ലൈൻ, അതിൽ മിലോസ് കുറച്ച് നേരത്തെ പോയി, പക്ഷേ ഹോർമിയുടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിഫെൻഡിങ്, ഒരു നല്ല സേവ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഡിഫൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഡിഫൻഡേഴ്സ് മാത്രമല്ല, ഇവിടെ അറ്റാക്കിലുള്ള ലൂണ അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ
ഈ ഒരു മാച്ചിൽ അതിൻ്റെ വർക്ക് റേറ്റ് വിസിബിൾ ആയിരുന്നു. പ്രത്യേകിച്ചും ആ ഒരു സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പോൾ അദ്ദേഹം ഒരുപാട് ഇറങ്ങി വന്നിട്ട് ആ ഒരു ഡിഫൻസീവ് ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഡിഫൻസിലേക്ക് തന്നെ സബ്ബായിട്ട് വന്നിട്ടുള്ള കൊയ്ഫ് ആണെങ്കിലും പ്രീതം കോട്ടാലാണെങ്കിലും ചെറുതാണെങ്കിലും അവരുടെ കോൺട്രിബ്യൂഷനും അവരും ചെയ്തിട്ടുണ്ട്. ഇനി ഗോൾ കീപ്പറിന്റെ കാര്യം പറയുകയാണെങ്കിലും അവസാന നിമിഷങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് പ്രതീക്ഷിക്കാവുന്ന ആ ഒരു ഗോള് എറേഴ്സിന്റെ രൂപത്തിൽ വരുത്തില്ല എന്നുള്ളത് തന്നെ ഒരു പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. അവിടെ സേവുകൾ സച്ചിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും നിഹാലിന്റെ ഷോട്ടും അവസാന നിമിഷങ്ങളിൽ വന്നിട്ടുള്ള ആ ഒരു ഗ്രൗണ്ടർ ഷോട്ടൊക്കെ അദ്ദേഹം നമ്മൾ സാധാരണ പേടിച്ചിരിക്കുന്ന സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷൻസിലൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാൻ അതിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മാച്ചിലും അതിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളൊരു പന്ത് ഓപ്പണൻ്റ് ഷോട്ട് എടുക്കുന്ന അതേ മൂവ്മെൻറ്റ് റിപ്പീറ്റ് ആയിട്ട് അതേ പാറ്റേണിലുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ഗോളിൽ തൂങ്ങിപ്പിടിച്ച് ജയിച്ച ഒരു വിജയം പോലെ തോന്നുമെങ്കിലും ഈ സീസൺ ത്രൂ ഔട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിഫൻസീവ്ലി എറേഴ്സ് വരുത്തിയിട്ടുള്ള ഒരു ടീമിൽ നിന്ന് ഇങ്ങനെ ഒരു പെർഫോമൻസ് ഡിഫൻസീവിൽ കാണുന്നത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഹോപ്പ് തരുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുള്ളത്. സോ ആ ലെവലിൽ പ്ലേയേഴ്സിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു വർക്ക് റേറ്റ് എല്ലാ പ്ലേയേഴ്സിൽ നിന്ന് ഒരു മാച്ചിൽ ഉണ്ടായിരുന്നു. അവസാന നിമിഷമൊക്കെ എല്ലാം മറന്ന് ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിൽ പല പ്ലേയേഴ്സിൻ്റെയും ആറ്റിറ്റ്യൂഡും വരുന്നുണ്ടായിരുന്നു. അത് ആ ഫൈനൽ വിസിൽ അടിക്കുമ്പോൾ പ്ലേയേഴ്സിൻ്റെ ആ സമയത്തുള്ള സന്തോഷവും അവരുടെ ആ സമയത്തുള്ള സെലിബ്രേഷനും കണ്ടാൽ മനസ്സിലാവും അവർക്ക് ഈ ഒരു മാച്ചിൽ ഈ ഒരു വിജയം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത്. അവരിട്ട എഫേർട്ടിനുള്ള ആ റിസൾട്ട് നേടിയെടുക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പതിവ് വരുത്തുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ ആ വിജയം നേടിയെടുക്കാൻ ആ റിസൾട്ട് നേടിയെടുക്കാൻ ഈ ഒരു മാച്ചിൽ സാധിച്ചിട്ടുണ്ട്. സോ അതിനെ തീർച്ചയായിട്ടും അവർക്കൊരു കൈയടി കൊടുത്തേ പറ്റൂ. സോ വരുന്ന മാച്ചുകളിൽ ടീം എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഈ ഒരു മാച്ചിൽ ഇതല്ലാതെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങളോ മിസ്റ്റേക്സോ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തായാലും മറ്റുള്ള കാണാം. ബൈ.